ആമീൻ. പ്രൈസ് ദ ലോർഡ്. അല്പനിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ ഇത്രയുമായിരുന്ന നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ അല്പനിമിഷങ്ങൾ കൂടി ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ടുഡേ we are going to meditate from the word of God. My subject is the presence and absence of Holy Spirit in our life. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും അസാന്നിധ്യവും അതെങ്ങനെയാണ് നാം തിരിച്ചറിയുന്നത് എന്ന് ഇന്ന് പകലിൽ വചനത്തിലൂടെ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ മാത്രമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ മാത്രമുള്ളതല്ല. ദൈവാത്മാവിൻ്റെ പ്രവൃത്തി പഴയ നിയമത്തിലും നമുക്ക് കാണാൻ കഴിയും. പക്ഷെങ്കിൽ അതിൻ്റെ ലിറ്ററേച്ചർ നാം നോക്കുമ്പോൾ, പഴയ നിയമത്തിൻ്റെ എഴുത്തുകൾ നമ്മൾ നോക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് അഥവാ ദൈവത്തിൻ്റെ ആത്മാവ് പൂർണ്ണ തോതിൽ വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഭാഗികമായിട്ടാണ് പല സന്ദർഭങ്ങളിൽ, പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ, പ്രത്യേക ഇൻസിഡൻസിലൊക്കെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പുതിയ നിയമത്തിൽ വന്നപ്പോൾ അത് പൂർണ്ണമായി വെളിപ്പെടുവാനിടയായി. We can see the power of Holy Spirit. We can see the Spirit of God in Old Testament as well as New Testament. We cannot see the full revelation of the Holy Spirit in the Old Testament, but we can see the full revelation of Holy Spirit in the New Testament. ഈ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വരുമ്പോൾ അത് അവൻ മാത്രമല്ല അറിയുന്നത്, അത് മറ്റുള്ളവരും അറിയാനിടയാകും. എന്നാൽ ദുഃഖകരമായ ഒരു കാര്യം, ഒരാളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമ്പോൾ അത് പ്രാപിച്ച വ്യക്തി പോലും പലപ്പോഴും അത് നഷ്ടപ്പെട്ടതെന്ന് അറിയണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ളവർ അവരുടെ ജീവിതത്തിൽ അത് നഷ്ടപ്പെടുന്നത് പെട്ടെന്ന് എടുത്ത് മാറ്റപ്പെടുകയല്ല പലപ്പോഴും ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മാവിൻ്റെ ശക്തി നഷ്ടപ്പെടുത്തും. പിശാച ശത്രു എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത് നമ്മുടെ അകത്ത് ദൈവം ഫുൾനെസ്സിൽ പകർന്നിട്ടുള്ള ഒരു ആത്മശക്തിയുണ്ട്. ആ ആത്മശക്തിയെ ഓരോ വിഷയങ്ങളിലൂടെ നമ്മൾ അറിയാതെ കുറച്ച് കൊണ്ടുവന്ന് നമ്മിൽ നിന്നും അതങ്ങ് നഷ്ടപ്പെട്ടു പോകും. നമ്മിൽ ആത്മാവ് ഉണ്ടായിരുന്നപ്പോൾ നാമും നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ അറിഞ്ഞെങ്കിലും അത് നഷ്ടപ്പെട്ട് 1 by 1 ആയിട്ട് പോകുമ്പോൾ പലപ്പോഴും നാം അറിയത്തില്ല. എന്നാൽ വീണ്ടും വർഷങ്ങളായി ഒരു ദൈവപൈതലെന്നോ അല്ലെങ്കിൽ ഒരു പെന്തക്കോസുകാരനെന്നോ ഒക്കെയുള്ള നിലവാരത്തിൽ നമുക്ക് തുടർന്നു പോകാം. പക്ഷേ ആത്മശക്തി നഷ്ടപ്പെട്ടാൽ നാം ശേഷം മനുഷ്യരെ പോലെയാകും. നമ്മെക്കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒന്ന് കൂടി തീർത്ത് ഞാൻ പറയാം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് ചില അടയാളങ്ങൾ തീർച്ചയായും നമുക്ക് കാണാൻ പറ്റും. വിത്തൗട്ട് പ്രയർ ഇൻഫർമേഷൻ ഓർ വിത്തൗട്ട് എനി വാർണിംഗ്, ഗോഡ് നെവർ ലിഫ്റ്റ് അപ്പ് ദ ഹോളി സ്പിരിറ്റ് ഫ്രം us. ദൈവം ഒരു മുന്നറിയിപ്പ് തരാതെ, സിഗ്നൽസോ സൈൻസോ ഒന്നും തരാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഇന്നും എടുത്തുകളയില്ല. പെട്ടെന്ന് നഷ്ടപ്പെട്ടെന്ന് ആരും കരുതണ്ട. അത് ജീവിതത്തിൽ നഷ്ടപ്പെടുന്നതിന് മുമ്പ് പല വിധത്തിലുള്ള മുന്നറിയിപ്പുകൾ, വാർണിങ്സ് ദൈവം തന്നിരിക്കും എന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ നിന്ന് തന്നെ നിന്നുകൊണ്ടാണ് ഇന്ന് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്. ഇന്ന് ഞാൻ പ്രധാനമായി പറയുവാൻ പോകുന്ന ഒരു കാര്യം, ഏകദേശം 6 അടയാളങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള 6 അടയാളങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കിടുവാൻ താല്പര്യപ്പെടുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർപ്പിക്കട്ടെ. നമുക്കെല്ലാം വി ഓൾ ആർ ഫെമിലിയർ വിത്ത് ദ
നോട്ട് ദ സ്റ്റോറി ബട്ട് ദ ഹിസ്റ്ററി ഓഫ് സാംസൺ. ശിംശോൻ്റെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും നല്ല ചരിത്രം അറിയാവുന്നവരാണ്. അവൻ്റെ സത്യത്തിൽ ശിംശോൻ ഹി വാസ് എ പവർഫുൾ പേഴ്സൺ. താനൊരു ശക്തിയുള്ള മനുഷ്യനായിരുന്നു. ബിക്കോസ് ഓഫ് ഹിസ് സ്ട്രാക്ചർ, ഐ തിങ്ക് സോ. അവൻ്റെ ശരീരത്തിൻ്റെ ഘടന കൊണ്ട് അവനൊരു വലിയവനായിരുന്നു എന്ന് നമുക്കധികം പറയാൻ കഴിയത്തില്ല. ശരീരം കൊണ്ട് സ്തോത്രം ഗോല്യാത്തായിരുന്നോ ശിംശോനായിരുന്നോ വലുത് എന്ന് പറയാമോ? ഗോല്യാത്തായിരുന്നു വലുത്. അപ്പം ഈ ശിംശോനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ വലിപ്പത്തേക്കാൾ അപ്പുറത്ത് അവൻ്റെ അകത്തുണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി. താനൊരു നാസ്യവധക്കാരനായി തന്നെ മാറ്റി നിർത്തുമ്പോൾ തൻ്റെ ഉള്ളിൽ ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാതിരുന്നത്. അല്ലാതെ ശാരീരിക ഘടന കൊണ്ട് മാത്രമാണ് ശിംശോനെ തോൽപ്പിക്കാതിരുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് തൻ്റെ ശാരീരിക ഘടനകളെക്കാൾ അപ്പുറത്ത് മറ്റുള്ളവർക്കറിയാത്ത ഒരു ശക്തി, ഒരാത്മാവിൻ്റെ ശക്തി അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ജസ്റ്റ് ഐ വാണ്ട് ടു ടെൽ യു ഈസ് ദാറ്റ് he was a man filled with the Spirit of God. Samson was a man filled with the Spirit of God. If we are under the power of God, or if we are filled with the Holy Spirit, that is the secret of our power. That was the secret of the power of Samson. ശിംശോന്റെ ജീവിതത്തിലെ ശക്തിയുടെ അടിസ്ഥാനം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. തെളിവുകൾ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ തന്നെ ചിലർ ആ ശക്തിയിൽ നിന്ന് തന്നെ തകർത്ത് കളയാൻ വേണ്ടി ദലീല എന്ന് പറയുന്ന സ്ത്രീയെ ഉപയോഗിക്കുന്നതായി നമുക്കറിയാം. അവൾ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, നിൻ്റെ ശക്തിയുടെ രഹസ്യം എനിക്കറിയണം. നിൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം എന്താണെന്നറിയണമെന്നല്ല അവൾ പറഞ്ഞത്. നിൻ്റെ കുടുംബമോ നീ ആരാണെന്നും അറിയണമെന്നുമല്ല പറഞ്ഞത്. മറിച്ച് അവൾ ആവശ്യപ്പെട്ട ഒരൊറ്റ കാര്യം, നിന്നിലുള്ള ഈ ശക്തിയുടെ രഹസ്യം എനിക്കൊന്നറിയണം. ഐ വാണ്ട് ടു നോ ദ മിസ്റ്ററി ഓഫ് ദിസ് പവർ. ഈ ശക്തിയുടെ രഹസ്യം എനിക്കൊന്നറിയണം. പ്രിയ സ്നേഹിതരെ, ഈ വചനം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തിന് ശത്രുവിന് വേണ്ടത് പലപ്പോഴും നമ്മുടെ സൗന്ദര്യമോ ആരോഗ്യമോ ഒന്നുമല്ല. അതിനെയൊക്കെ നിലനിർത്തുന്ന അകത്ത് വ്യാപരിക്കുന്ന ഒരു പവറുണ്ട്. അതിനെയൊക്കെ നിലനിർത്തുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ രഹസ്യമാണ് പലപ്പോഴും ശത്രുവിന് അറിയേണ്ടതും തകർത്ത് കളയേണ്ടതും. കാലാകാലങ്ങളിലായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ പ്രിയ സ്നേഹിതരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഇത് പ്രാപിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നിൽ ഈ പരിശുദ്ധാത്മാവുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ ഈ പഴയ നിയമ ഉദ്ധരണികളിലൂടെ വാക്കുകളിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുകയും ഈ ശക്തി നിങ്ങളിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്യുക. സ്നേഹിതരെ, ശത്രുവിൻ്റെ വലിപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാരമാകാതിരിക്കണമെങ്കിൽ ഈ ശക്തിയുടെ രഹസ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ദലീലയെ സംബന്ധിച്ചിടത്തോളം അവൾ ശിംശോൻ്റെ ശക്തി എന്തെന്ന് അവിടെ ഞാൻ പറഞ്ഞല്ലോ, അവൻ ആരെന്നറിയാനല്ല, അവൻ്റെ ശക്തി എന്തെന്നറിയാനാണ് ശ്രമിച്ചത്. പലപ്പോഴും ശത്രുവിനറിയേണ്ടത് നമ്മൾ ആരെന്നല്ല അറിയേണ്ടത്, നമ്മുടെ ശക്തി എന്താണെന്നാണ് അറിയേണ്ടത്. അതിൻ്റെ രഹസ്യമാണ് അറിയേണ്ടത്. അത് നിങ്ങൾക്ക് പരിചിതമായതുകൊണ്ട് ഇൻട്രൊഡക്ഷനിൽ അത് പറഞ്ഞു പോകുക. ഒന്നാമതായി അവൾ വന്നവനെ കഷ്ടപ്പെടുത്തി ചോദിക്കുക, എന്താ നിൻ്റെ ശക്തിയുടെ രഹസ്യം? അവൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു, ഒരിക്കലും ഉണങ്ങാത്ത 7 ഞാണ് കൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി നഷ്ടപ്പെടും. പ്രൈസ് ലോർഡ്. സത്യത്തിൽ അന്നേരം തന്നെ ഞാനും നിങ്ങളുമാണെങ്കിൽ എൻ്റെ ചിന്തയനുസരിച്ച്, പ്രത്യേകിച്ച് മലയാളികളാണെങ്കിൽ ഉടനെ മനസ്സിലാക്കും ഇതെന്നെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. 7 ഞാണുകൊണ്ട് എന്ന് പറഞ്ഞ് ഉടനെ 7 ഞാണുകൊണ്ട് ബന്ധിച്ച് കഴിഞ്ഞ് ഫെലിസ്തീർ വരുന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ എടുത്തു ചാടുന്നത് അവനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മനസ്സിലാക്കുമായിരുന്നു. ഒന്നാമത്തെ വാണിങ്, ഒന്നാമത്തെ സൈൻ കൊടുത്തു, അവൻ്റെ ശക്തി തകർക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ശിംശോൻ അത് തിരിച്ചറിഞ്ഞില്ല. രണ്ടാമത് അവനോട് പറഞ്ഞു, അവൾ വീണ്ടും നിർബന്ധിക്കാൻ തുടങ്ങി. നിർബന്ധിച്ച് ചോദിച്ചു, നിൻ്റെ ശക്തിയുടെ രഹസ്യം എന്താ? അപ്പോൾ പറഞ്ഞു, ഒരു പുതിയ കയറ് കൊണ്ട് എന്നെ ബന്ധിച്ചാൽ മതി, എൻ്റെ ശക്തി നഷ്ടപ്പെടും. രണ്ടാമത്തെ സൈൻ.
കയറുകൊണ്ട് ബന്ധിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. ആ ഫെലിസ്ത്യർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു, കയറൊക്കെ പൊട്ടിച്ചു. ശക്തിയുടെ രഹസ്യം അവൻ വിട്ടുകൊടുത്തില്ല. മൂന്നാമതായി പറഞ്ഞു, തലയിലെ 7 ജട നൂൽപ്പാവിൽ ചേർത്താൽ എൻ്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെടും. മൂന്നാമത്തെ സൈനം വന്നിട്ടും അവനത് തിരിച്ചറിഞ്ഞില്ല. ദൈവമക്കൾ ഒന്ന് ഓർത്ത് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ ശക്തിയുടെ രഹസ്യം, നമ്മുടെ അകത്തുള്ള ദൈവം പകർന്നിട്ടുള്ള ശക്തിയുടെ രഹസ്യം അറിയാൻ പല അടയാളങ്ങൾ നമ്മുടെ മുമ്പിൽ ഒന്നുകിൽ ഭാര്യയായി വന്നെന്നിരിക്കാം, ഭർത്താവായി വന്നെന്നിരിക്കാം, വിശ്വാസിയായി വന്നെന്നിരിക്കാം, പാസ്റ്ററായി വന്നെന്നിരിക്കാം, ജഡീകനായി വന്നെന്നിരിക്കാം, അനാത്മികനായി വന്നെന്നിരിക്കാം. ഏതു വിധത്തിലാണെങ്കിലും എൻ്റെ രഹസ്യം, എൻ്റെ ഉള്ളിലുള്ള ശക്തിയുടെ രഹസ്യം അറിയാൻ വേണ്ടി മാറി മാറി വരുന്ന വെല്ലുവിളികളുണ്ടെങ്കിൽ ദൈവജനം അത് അറിഞ്ഞ് ഒഴിഞ്ഞിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ഇല്ലെങ്കിൽ ശേഷം മനുഷ്യരെ പോലെ നമ്മുടെ ആത്മശക്തിയെ നഷ്ടപ്പെടുത്താൻ ശത്രു ആവർത്തിച്ച് ശ്രമിക്കും. ആത്മാവില്ലെങ്കിൽ നാം ഒന്നുമല്ല, മറ്റുള്ളവരെക്കാൾ അധപ്പതിച്ചു പോകാനും ഇടയാകും. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മിലുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്ന ഒരു പഴയ നിയമ ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയും അതിലൂടെ നാം തന്നെ ഒന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അഭിഷേകം എൻ്റെ മേലുണ്ടോ, ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണോ എന്ന് പഴയ നിയമത്തിലെ ഒരു ഭാഗത്തിലൂടെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ലെറ്റ്സ് ടേൺ അവർ അറ്റൻഷൻ ടു 1 Samuel chapter 11 verse 6. Now we are going to meditate from this portion. Is I am under the power of Holy Spirit or not the anointment? ഞാൻ എൻ്റെ ജീവിതത്തിൽ നോട്ട് അനോയിൻറ്റഡ് വൺ, ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ശക്തിയിൽ തന്നെയാണോ അഭിഷേകത്തിലാണോ എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി നാം ഈ ഭാഗത്തിലൂടെ ഒന്ന് ചിന്തിക്കുകയാണ്. Now I request all your undivided attention in this portion. Let's turn 1 Samuel chapter 11 verse 6 ഒന്ന് വായിച്ചാൽ. ബാക്കിയോട് വായിച്ചു. Praise the Lord. This is familiar for all of us. 6-ാം വാക്യമാണ് ഞാൻ വായിക്കാൻ താല്പര്യപ്പെട്ടത്. കുഴപ്പമില്ല. ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു. അതിനുശേഷം ചെയ്യുന്ന കാര്യങ്ങൾ, and the spirit of God rest upon Saul when he heard these words and his anger was greatly kindled. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ഇവിടെ ശൗലിൻ്റെ മേൽ വന്നു എന്ന് കാണുവാനിടയാകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ ഉണ്ടോ ഇല്ലോ എന്നറിയുന്നതിൻ്റെ ചില കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്. ഇത് എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ വായിക്കാറുള്ള ഭാഗമല്ല, എന്നാൽ വായിച്ചിട്ടുള്ളവരും അറിയാവുന്നവരും ഉണ്ടാവാം. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക, ഞാൻ പറയാം. ഇതിൻ്റെ പിന്നിലുള്ള ഒരു പശ്ചാത്തലം വേഗത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുക. ഈ അപ്പൻ്റെ കഴുതയെ തേടി നടന്ന ശൗൽ അവസാനമായി ശമൂവേൽ പ്രവാചകനെ കണ്ടെത്തി. ശമൂവേൽ പ്രവാചകനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ശമൂവേൽ പ്രവാചകൻ അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. രാജാവായിട്ടുള്ള അഭിഷേകം ലഭിച്ച ശൗൽ രാജ്യം കയ്യിലില്ലാത്തവനാണ്, രാജകൊട്ടാരം കയ്യിലില്ലാത്തവനാണ്, മിലിറ്ററിയുടെ നേതൃത്വം കയ്യിലില്ലാത്തവനാണ്. അങ്ങനെ കഴിവുകളൊന്നും വലിയ വിധത്തിൽ തെളിയിച്ചിട്ടുള്ള ഒരു ശൗലല്ല ശമൂവേലിനാൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടത്. എന്നാൽ അഭിഷേകം വീണത് ദൈവത്തിൽ നിന്നുമാണ്. ശൗലിൻ്റെ മേൽ അഭിഷേകം വീണത് ദൈവത്തിൽ നിന്നുമാണ്. അത് നൽകിയതിന് പ്രവാചകനായ ശമൂവേലിനെ ദൈവം ഉപയോഗിച്ചത്. ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇസ്രായേൽ മക്കളെ ആക്രമിക്കുന്നതിന് വേണ്ടി അമോന്യരെ ഒരുങ്ങുവാനിടയായി. അമോന്യര് ഒരുങ്ങി 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. അമോന്യര് ഇസ്രായേലിനെ കുറിച്ച് വിചാരിച്ച് ഇവർ കേവലം ഒരു ഗോത്രത്തിൽപ്പെട്ടവരാ, ഇവർക്ക് വലിയ ശക്തിയൊന്നുമില്ല, അതുകൊണ്ട് ഇവരെ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കി കളയാമെന്ന് അവർ ചിന്തിച്ചു.
അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ അമോന്യ ശക്തികൾ ശ്രമിക്കുന്നതായ സന്ദർഭത്തിൽ അവരെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഓക്കെ, നിങ്ങൾ ബലഹീനരാണ്, കഴിവില്ലാത്തവരാണ്, ശക്തിയില്ലാത്തവരാണ്, നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കും, കീഴ്പ്പെടുത്തും. എന്നാൽ നിങ്ങളെ പൂർണ്ണമായി നശിപ്പിച്ച് കളയാതിരിക്കണമെങ്കിൽ ഞങ്ങളൊരു കാര്യം പറയാം, നിങ്ങൾ ഞങ്ങളുമായിട്ടൊരു ഉടമ്പടി ചെയ്യണം. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വലത് കണ്ണ്, എല്ലാ ഇസ്രായേല്യരുടെയും വലത് കണ്ണ് ചൂഴ്ന്നെടുക്കും. അതുമാത്രമല്ല, ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായിരിക്കണം. ഈ വലത് കണ്ണ് ചൂഴ്ന്നെടുക്കുന്നത് ഒരടയാളമായിട്ടാണ് പറയുന്നത്. ചൂഴ്ന്നെടുത്ത് നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായിരിക്കണം എന്ന് പറയുവാനിടയായി. ഇത് കേട്ട യാബേഷിലെ മൂപ്പന്മാരും ഇസ്രായേൽ മക്കളുമൊക്കെ ഭയപ്പെടാനും ഭാരപ്പെടാനും ഇടയായി. അവർ അമ്മോന്യരോട് പറഞ്ഞു, ഞങ്ങൾക്ക് 4 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നില്ല, കേട്ടാൽ മതി. അവരെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾക്കൊരു 7 ദിവസം താ. 7 ദിവസം ഞങ്ങളൊന്ന് ചിന്തിച്ചാലോചിച്ച്, ഫലത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുക്കാനും നിങ്ങളുടെ അടിമകളായിരിക്കാനും ഞങ്ങൾ ആ ഉടമ്പടിക്ക് വന്നോളാം, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഭയന്നിരിക്കുക, ഒരു 7 ദിവസം തരാൻ പറഞ്ഞു. ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ മുഴുവൻ ഭയപ്പെട്ടു പോയി. അവർ നിലവിളിച്ചു. ഈ വർത്തമാനം പറഞ്ഞ ജനമെല്ലാം, 4-ാം വാക്യം ഒന്ന് വായിച്ചു തരാം. 4:1-4. പ്രൈസ് ലോർഡ്. ഇപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാമോ? കരയാൻ മാത്രമേ പറ്റുന്നുള്ളൂ, ഉറക്കെ കരയുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കണ്ണ് ചൂഴ്ന്നെടുക്കുവാനും അടിമകളാക്കുവാനും നിൽക്കുന്ന അമോന്യ ശക്തികളുടെ മുമ്പിൽ നിലവിളിക്കാനല്ലാതെ അവർക്ക് മറ്റൊന്നും കഴിയത്തില്ല. ഉറക്കെ കരഞ്ഞു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പ്രിയ സ്നേഹിതരെ, അമോല്യരറിയാത്ത ഒരു കാര്യമുണ്ട്. ഇസ്രായേലിൻ്റെ ഇടയിൽ മറ്റാരും അറിയാതെ കഴുതെ തേടിപ്പോയ ഒരുവനെ ദൈവാത്മാവിൽ നിറയ്ക്കാൻ ശമൂവേൽ പ്രവാചകനിലൂടെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് ഈ അമോര്യർ അറിഞ്ഞില്ല. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ശത്രു അറിയാത്ത ഒരു അഭിഷേകം നിൻ്റെ മേൽ പകർന്നിട്ടുണ്ടെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിവുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? നിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തി, നിന്നെ ഒന്നുമല്ലാതാക്കി, നിന്നെ ശൂന്യനാക്കി അടിമയാക്കാൻ നിൽക്കുന്ന ഒരുത്തൻ്റെ മുമ്പിൽ നീ അറിയുന്നതിന് മുമ്പ് അഭിഷേകത്താൽ നിറച്ച ഒരു ശൗലുണ്ട്. നീ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവന് ഈ വാർത്ത കേട്ടപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. 7 ദിവസത്തെ സാവകാശം ചോദിച്ചു. എന്നാൽ അവരറിയാത്തതൊന്നുണ്ടായിരുന്നു. അവരറിയാത്തതൊന്നുണ്ടായിരുന്നു. ദൈവം ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ഇതിനെ ഇങ്ങനെ പറയും, പ്രിയപ്പെട്ടവരെ, അമ്മോന്യരുടെ വെല്ലുവിളി വരുന്നതിന് മുമ്പ് ദൈവം എല്ലാവരെയുമല്ല അഭിഷേകം ചെയ്തത്. ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കാനിടയായി. നിൻ്റെ കുടുംബത്തിന് നേരെ വെല്ലുവിളി വരുമ്പോൾ എല്ലാവരും അഭിഷേകം പ്രാപിച്ചു. നിൻ്റെ സഭയ്ക്ക് നേരെ വെല്ലുവിളി വരുമ്പോൾ എല്ലാവരും അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ, ആത്മനിറവുണ്ടോ എന്നുള്ളതല്ല വിഷയം. മറിച്ച് നിൻ്റെ മേൽ അഭിഷേകം ഉണ്ടോ എന്ന് ചിന്തിച്ചോണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ അഭിഷേകമുള്ള ഈ ശൗൽ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിയാതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വെല്ലുവിളിക്കുവാനിടയായി. എന്നാൽ ഇവിടെ ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്ന കാര്യം, ബാക്കിയുള്ള മുഴുവൻ പേരും എന്തിന് തയ്യാറാണെന്നറിയാമോ? അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി. അല്ലേ? അവരുടെ ജീവിതത്തിൽ കണ്ണു പോയാലും കാഴ്ച നഷ്ടപ്പെട്ടാലും ഇല്ല, അടിമകളായാലും വേണ്ടില്ല. അഭിഷേകമില്ലാത്തവർ പറഞ്ഞു, ഞങ്ങളൊരു ഒത്തുതീർപ്പിലേക്ക് പോകാൻ തയ്യാറാണ്. എന്നാൽ അഭിഷേകമുള്ള ശൗല് പറയുന്നത്, എനിക്കൊരു ഒത്തുതീർപ്പിന് പോകാനൊക്കത്തില്ല, ഞാൻ ശത്രുവിനെ ആക്രമിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അറ്റാക്ക് എനിമി. പ്രൈസ് ദി ലോർഡ്. ഡോണ്ട് എഗ്രി ഓർ കോംപ്രമൈസ് വിത്ത് ദിസ് എനിമി. ശത്രുവിനോട് കോംപ്രമൈസ് ചെയ്യുന്ന അനുഭവം പരിശുദ്ധാത്മാവില്ലാത്തവനാണ്
എല്ലാത്തിലോടും ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളോടും കോംപ്രമൈസ് ചെയ്യുന്നത് ആരാന്നറിയാമോ? അഭിഷേകമില്ലാത്തവനാണ്. എന്നാൽ അഭിഷേകമുള്ളവന് എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്യാനൊക്കത്തില്ല. അന്യഭാഷ പറയുന്നൊന്ന് മാത്രമല്ല, അഭിഷേകത്തിൻ്റെ തെളിവെന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്യാതെ ചിലതിനോട് ആക്രമിക്കാൻ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്നവൻ, അതിനെ മേൽ പകരുന്ന ദൈവശക്തിയുള്ളവനാണ് അഭിഷേകമുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയ സ്നേഹിതരെ, സ്തോത്രം കടന്നു വരുന്നതായ സന്ദർഭത്തിൽ അഭിഷേകമുള്ളവൻ ശത്രുവിനെ ആക്രമിക്കാൻ തയ്യാറാകും. നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ വായിച്ച ഭാഗത്ത് നിങ്ങൾ കണ്ടതാണ്. സ്തോത്രം. ശൗൽ എന്ത് ചെയ്യുന്നറിയാമോ? ശക്തിയോടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ ഒരേ കാളയെ പിടിച്ചു, അതിനെ കണ്ണമായി നുറുക്കി ഇസ്രായേലെല്ലാം കൊടുത്തയച്ചിട്ട് ശൗലിൻ്റെയും ശമൂവേലിൻ്റെയും പിന്നാലെ വരാത്തവനെ ഇതുപോലെ ആക്കിക്കളയുമെന്നവൻ പറഞ്ഞു. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ അകത്ത് വ്യാപരിച്ചത് ഒത്തുതീർപ്പിൻ്റെ ആത്മാവല്ല, ശത്രുവിനെ തകർക്കുന്ന ആത്മാവാ. പെന്തക്കോസ്തുകാരായ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിന്നിലുണ്ടെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? നിന്നെ ആക്രമിക്കാൻ വരുന്ന, നിൻ്റെ കുടുംബത്തെ, നിൻ്റെ സഭയെ ആക്രമിക്കാൻ വരുന്ന ശത്രുവിൻ്റെ മുമ്പിൽ നീ എന്ത് ചെയ്യുമെന്നറിയാമോ? ആത്മനിറവ് പ്രാപിച്ചവൻ പറയും, ഇല്ല, ഞാൻ ഈ ശത്രുവിനെ ആക്രമിക്കും. അതുമാത്രമല്ല, ഞാനൊരു കോംപ്രമൈസിന് തയ്യാറല്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ സ്നേഹിതരോട് ഞാൻ പറയാം, നിങ്ങളുടെ ആരാധനയെ നഷ്ടപ്പെടുത്താൻ നിരവധി കോംപ്രമൈസുകൾ നിങ്ങളുടെ മുമ്പിൽ വന്നെന്നിരിക്കാം. ഭക്ഷണത്തിൽ കോംപ്രമൈസ്, ഇടപാടുകളിൽ കോംപ്രമൈസ്, ബന്ധങ്ങളിൽ കോംപ്രമൈസ്. ഇതൊക്കെ വന്നിട്ട് ചോദിക്കുക, അതിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ഒരു മറുപടി ഇതേ ഉള്ളൂ: നിൻ്റെ അകത്ത് ഒരാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ നീ ശത്രുവുമായി കോംപ്രമൈസ് ചെയ്യത്തില്ല. നിൻ്റെ ജീവിതത്തിനകത്ത് അവനെതിരെ പോരാടുവാനിടയാവും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. രണ്ടാമത്, അഭിഷേകമുണ്ടാകുമ്പോൾ എന്താണെന്നറിയാമോ? ജനത്തെ ഭയപ്പെടുകയല്ല, മറിച്ച് അവരെ സഹായിക്കാനിടയായിത്തീരും. ഇവിടെ ഏഴാം വാക്യം ഒന്ന് വായിച്ചേരെ ഒന്നുകൂടി. ദൈവമക്കളെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. അഭിഷേകം ഉള്ള ഒരു ശൗല് പറയുക, ആരെങ്കിലും ശൗലിൻ്റെയും ശമൂവേലിൻ്റെയും പിന്നാലെ വരാതിരുന്നാൽ ഈ ഒരേ കാളയുടെ കഷ്ണം പോലെ നിങ്ങളായിപ്പോകുമെന്ന് പറഞ്ഞാൽ, ബഹുഭൂരിപക്ഷം നിൽക്കുന്ന ജനത്തിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന ശമൂവേലിനെ കാണുന്നേ. അവൻ ജനത്തെ ഭയപ്പെട്ടില്ല, മറിച്ച് ആത്മാവ് പ്രാപിച്ചവൻ ജനത്തെ സേവിക്കാൻ, ജനത്തെ സഹായിക്കാൻ തയ്യാറായി. ഇതാണ് ഇതിൻ്റെ അകത്തെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ആത്മാവിൻ്റെ സാന്നിധ്യമുള്ളവൻ ജനത്തെ ഭയപ്പെടുകയില്ല, അവൻ മുഖാന്തരം ജനം ദൈവത്തെ ഭയപ്പെടും. അവിടെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തെ ഭയപ്പെടുവാനിടയായി. പിന്നീട് നിങ്ങൾക്കറിയാമല്ലോ, പരിശുദ്ധാത്മാവ് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ഈ ശൗല് എല്ലാവരെയും ഭയപ്പെടാൻ തുടങ്ങി. മക്കളെ ഭയപ്പെട്ടു, മക്കളെ ഭയപ്പെട്ടു, ഏറ്റവും അടുത്തുനിന്ന് ദാവീദിനെ ഭയപ്പെട്ടു, ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ അവനെ ഭയപ്പെട്ടു, സ്വന്തം മകനെ സംശയിച്ചു, അതുമാത്രമല്ല ദാവീദിനെ ഭയപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ചതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ അകത്ത് അഭിഷേകമുണ്ടായിരുന്നപ്പോൾ അവൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, അവൻ ദൈവത്തെ ഭയപ്പെട്ടു. അഭിഷേകമുള്ളപ്പോൾ അവൻ ദൈവത്തെ ഭയപ്പെട്ടു, ജനത്തെ ഭയപ്പെട്ടില്ല. ജനത്തെ ഭയപ്പെടേണ്ട കാര്യം വരാഞ്ഞതുകൊണ്ട് ദൈവം അവൻ്റെ നാവിലൂടെ അധികാരത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചു. പ്രൈസ്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം. 7-ാം വാക്യത്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. സ്തോത്രം. ഇവിടെ അവൻ പറയണം, ആരെങ്കിലും ശൗലിൻ്റെയും ഒന്ന് വായിച്ചേരാതെ. Praise the Lord. He was alongside with authority. Praise the Lord.
അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അഭിഷേകമുള്ള ഈ ശൗല് പറയുക, ആരെങ്കിലും എൻ്റെ പിന്നാലെ വന്നല്ലെങ്കിൽ എന്തോ ചെയ്യും? ആരെങ്കിലും എൻ്റെ പിന്നാലെ വന്നില്ലെങ്കിൽ വേദോസം ഉണ്ടോ കയ്യിൽ? കാളകളെ ഈ കാളയുടെ കഷ്ണം പോലെ ആക്കി കളയും, അങ്ങനല്ലേ പറഞ്ഞേ? ഒന്നുകൂടെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വേദോസം ഉള്ളവരൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ആ വാക്യം. എൻ്റെ പിന്നാലെ വന്നാലെന്നാണോ പറഞ്ഞേ? എൻ്റെ പിന്നാലെ വരാതിരുന്നാലെന്നാണോ പറഞ്ഞേ? ശൗലിൻ്റെ പിന്നാലെ വരാതിരുന്നാലെന്നാണോ പറഞ്ഞേ? അല്ല, പിന്നെ ആരാ എന്തോ പറഞ്ഞേ? ശൗലിൻ്റെയും ശമൂവേലിൻ്റെയും പിന്നാലെ ആരെങ്കിലും വരാതിരുന്നാൽ അവരെ ഇതുപോലെ ആക്കിക്കളയുമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള കാരണം, ഇപ്പോൾ ശൗല് അഭിഷേകം പ്രാപിച്ച് രാജാവിൻ്റെ സ്ഥാനത്തേക്ക് അവൻ ഉയർത്തപ്പെടുകയാണെങ്കിലും അവനെ ആക്കി വച്ച ദൈവത്തെ മാത്രമല്ല, ദൈവമാക്കി വച്ച അധികാരത്തിന് അവൻ കീഴ്പ്പെട്ടു. സ്വതന്ത്രം. അഭിഷേകമുള്ളവൻ്റെ ലക്ഷണം എന്താണെന്നറിയാമോ? ദൈവമാക്കി വയ്ക്കുന്ന അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവനായിരിക്കും ആത്മാവുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സ്നേഹിതരെ, ഇപ്പോഴവൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ തന്നെ അല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ യുദ്ധത്തിന് പോകുന്നത് ഞാൻ തന്നെയല്ല. ഇതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ശമൂവേൽ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ മേൽ കൈവച്ച് എനിക്ക് അനുഗ്രഹം തന്ന ഒരു ശമൂവേൽ എൻ്റെ കൂടെയുണ്ട്. ഒരു ശ്രേഷ്ഠനായ പ്രവാചകൻ എൻ്റെ കൂടെയുണ്ട്. അഭിഷേകം ആർക്കെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ അവൻ അന്യഭാഷ പറയുമ്പോഴല്ല അറിയുന്നത്, ദൈവാത്മാവുള്ള ദൈവദാസന്മാർക്ക് കീഴ്പ്പെടുന്നവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറയേ വേണ്ട. ആ ശ്രേഷ്ഠമായ അധികാരങ്ങളെ ആക്കി വയ്ക്കുന്നത് ദൈവമാണ്. പുതിയ നിയമത്തിലും തെളിവുണ്ട്. ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും പ്രവാചകന്മാരായും സ്വർഗത്തിലെ ദൈവം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ കീഴ്പ്പെടണം. വിശ്വാസികൾ പാസ്റ്റർക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞങ്ങൾ കീഴ്പ്പെടേണ്ട ഒന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. ഞങ്ങളെ മെൻഡർ ചെയ്യുന്ന ചില ദൈവദാസന്മാരുണ്ട്. ഞങ്ങൾക്ക് കൈത്താങ്ങൽ തരുന്ന ചില ദൈവദാസന്മാരുണ്ട്. അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും അവർക്ക് കീഴ്പ്പെട്ടിരിക്കാനും ദൈവദാസന്മാർക്ക് കഴിയണം. ആ ദൈവദാസന്മാരെ ആക്കി വച്ചിരിക്കുന്ന ആ സഭയ്ക്കകത്തെ ജനത്തിന് ദൈവത്തിന് കീഴ്പ്പെടുവാൻ കഴിയണം. ആ ജനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന സഭയാണെങ്കിൽ, പെന്തക്കോസ്ത് സഭയാണെങ്കിൽ, ദൈവദാസന്മാരോട് ഫൈറ്റ് ചെയ്യുന്നതല്ല അവിടുത്തെ ഗുണമെന്ന് പറയുന്നത്. അവർ ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും, ഇവിടുത്തെ കാര്യമൊന്നും അല്ല പറയുന്നത്, എന്നാൽ വചനം പഠിക്കാൻ വേണ്ടി നമ്മൾ പറയുക, ദൈവദാസന്മാർക്ക് ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കും. മറ്റൊന്ന് നമുക്ക് ഈ ദേശത്ത് വെച്ച് പറയാനൊക്കാത്ത ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് മറ്റൊന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറയാം. ഒരു കുടുംബത്തിനകത്ത് ഭാര്യയാണെന്നോ ഭർത്താവാണെന്നോ മിക്കവാറും ശ്രേഷ്ഠാധികാരം? പ്രശ്നമായി. സഹോദരിമാരെ വഴക്കുണ്ടാക്കല്ല, പ്രശ്നം ഉണ്ടാക്കരുത്. സഹോദരിമാരാണെന്നോ സഹോദരന്മാരായിരിക്കുമോ ശ്രേഷ്ഠാധികാരം? പ്രൈസ് ദി ലോർഡ്. ശ്രേഷ്ഠാധികാരം ആർക്കാ? പ്രൈസ് ദി ലോർഡ്. ശ്രേഷ്ഠാധികാരം ആർക്കാ? ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കിട്ടുമെന്ന് സംശയം അല്ലേ? സഹോദരിമാരെ, പിണങ്ങിയാലും വേണ്ടിയല്ല, തല ഭർത്താവ് തന്നെയാണ്. ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം ഭാര്യ. നിങ്ങൾ IT ആയിക്കോട്ടെ, നിങ്ങൾ സയൻറ്റിസ്റ്റ് ആയിക്കോട്ടെ, എത്ര രൂപ വരുമാനം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കാനഡയിലായിട്ട് അമേരിക്കകത്ത് മിസ്റ്റർ എന്നൊന്നും വിളിക്കാൻ പോകണ്ട കേട്ടോ. സ്വോത്രം വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. നേർക്ക് നേരെയൊക്കെ നിന്ന് വിളിച്ചോ. മറ്റുള്ളവരുടെ മാന്യത കൊടുക്കണം ഭർത്താക്കന്മാർക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവമാക്കി വെച്ചതാണ് എൻ്റെ ഭർത്താവിനെ എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയണ്ട. സ്വോത്രം. എത്ര കഴിവുകെട്ടവനാണെങ്കിലും നിനക്ക് ദൈവം തന്ന തല
ദൈവത്താൽ തന്ന തലയാണെങ്കിൽ നീ എല്ലായ്പ്പോഴും ആ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കും. സ്തോത്രം. കണ്ട, ഒറ്റ സ്തോത്രം പറഞ്ഞില്ല. പറഞ്ഞാലും ഇല്ലേലും കുഞ്ഞുങ്ങളോടൊരു കാര്യം പറയാം. ആരെല്ലാമാന്ന് പറഞ്ഞാലും നമ്മുടെ അപ്പനും അമ്മയുമാ നമുക്ക് ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ശ്രേഷ്ഠാധികാരം. അതിനെന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. ഇതാണ് അഭിഷേകം പ്രാപിച്ചവൻ്റെ ലക്ഷണം, ആത്മാവുള്ളവൻ്റെ ലക്ഷണം. സ്തോത്രം. ജോലി സ്ഥലത്ത് ആരുമാകട്ടെ, നമുക്കൊരു ബോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോസിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ കഴിയണം. അത് ദൈവമാക്കി വച്ചിരിക്കുന്ന ശ്രേഷ്ഠാധികാരമാണെന്ന് ചിന്തിച്ചോണം. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ആ നിർബന്ധം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാ സൂപ്പർവൈസർമാരെ എല്ലാം ഇഷ്ടമായതുകൊണ്ടാണോ നമ്മൾ ജോലി ചെയ്യുന്നത്? ഒന്നും ഒക്കത്തില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ ഒന്നുണ്ട്, നിങ്ങൾ ആ പ്രയാസം വരുമ്പോൾ എന്തോ പറയണമെന്നറിയാമോ? എൻ്റെ മേളിൽ ദൈവം ഇവനെ ആക്കി വെച്ചതാ, ഞാൻ ഇവനെ അനുസരിക്കുക എന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് ചിന്തിച്ചേച്ചാൽ മതി. നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ ദൈവ അഭിഷേകത്തിൻ്റെ ബലം തരും. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്നവർ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ വചനത്തോട് ചേർന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ അഭിഷേകമുള്ളതാ മോനെ, മോളെ, അച്ചായ, കുഞ്ഞ്. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി, എൻ്റെ മേൽ ദൈവം ശ്രേഷ്ഠാധികാരത്തോടെ ആക്കി വച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് നിങ്ങളുടെ മേൽ അഭിഷേകമുള്ളതിൻ്റെ ലക്ഷണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ശ്രേഷ്ഠാധികാരത്തിനെതിരെ നിൽക്കും. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ പറയാം, നമുക്കറിയാം ഇവിടെ പറഞ്ഞെന്നോന്നറിയാമോ? ശൗല് പറയുക, ശമൂവേലിൻ്റെയും എൻ്റെയും കൂടെ വരാത്തവരെ ഇതുപോലെ ആക്കിക്കളയുമെന്ന് പറഞ്ഞു. ഈ അഭിഷേകം നഷ്ടപ്പെട്ടപ്പോൾ എന്തോ എന്നറിയാമോ? എവിടെ പോയി? നേരെ എവിടെ പോയി? ഈ ശൗലിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ട എവിടെ പോയെന്നറിയാമോ? വെളിച്ചപ്പാടത്തിനടുത്ത്. സ്തോത്രം. പിന്നെ നേരെ എന്തോ അടുത്ത് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം. അടുത്ത വേറെ സ്തോത്രം, അത് വായിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ സന്തോഷം. പിന്നെ നേരെ ശമൂവേൽ ഇങ്ങനെ വരിക എന്നിരിക്കട്ടെ, പ്രവാചകന് ശമൂവേൽ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ശമൂവേൽ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വരുന്നത്, എനിക്ക് 2 പേരുണ്ടെങ്കിൽ അത് കാണിക്കാൻ പറ്റത്തുള്ളൂ. ദൈവദാസനെ ഒന്ന് ജസ്റ്റ് പ്ലീസ് കാണിക്കാം. നിങ്ങൾക്ക് ഒരു പ്രസൻറ്റേഷൻ കൂടെ ആകും, അന്നേരം നല്ലതായിരിക്കും. സ്തോത്രം. ഇവിടെ പ്ലീസ്. അപ്പോൾ ഇത് ശമൂവേല, എന്നെ ശൗലായിട്ട് കണക്ക് കൂട്ടിക്കൂ. മനസ്സിലായ? ശമൂവേലാണ് ശൗല. അപ്പം ഞാൻ പണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെന്തോ ചെയ്യുന്നറിയോ? കാണുന്നുണ്ട് ദൈവദാസനെ, സ്തോത്രം, കാണാനൊക്കെ ഇടയിൽ അതിന് ഒത്തിരി സന്തോഷമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഇപ്പോഴ് ഈ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം ഞാൻ ശൗല കേട്ടോ. എൻ്റെ പോക്ക് നിങ്ങൾ നോക്കിക്കോണേ. സ്തോത്രം. കണ്ടോ ഞങ്ങൾ തമ്മി? കണ്ടു. കണ്ടില്ലയോ? ഇല്ല. ഹലോ, മനസ്സിലായല്ലോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിടികിട്ടിയോ? അഭിഷേകം അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഇത് ഞാൻ പറഞ്ഞാലോ, വേദപുസ്തകത്തിലുണ്ട്. ശൗലിൻ്റെ പോക്കിപ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ശമൂവേലിൻ്റെ മുഖത്തോട് മുഖം നോക്കത്തില്ല. അടുത്തത് പിന്നെ പുള്ളിക്ക് സഭയെക്കുറിച്ച് അങ്ങ് എരിവ് കയറിയിട്ട് പറയുക, യുദ്ധത്തിന് പോയപ്പം അമാലേക്കരെ പൂർണ്ണമായിട്ട് എന്തോ ചെയ്തേക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേദോസം ഇത് എനിക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാവുന്നു. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, എന്തോ പറഞ്ഞേ? അമാലേക്കരെ എന്തോ ചെയ്തേക്കണമെന്നാണ് പറഞ്ഞേ? പൂർണ്ണമായിട്ട് നിർമൂലമാക്കി കളയണമെന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞാലും വേണ്ടിയല്ല, ഞാൻ എന്തോ ചെയ്യും? കുറച്ച് കാളെ പിടിച്ചുകൊണ്ട് വരും. അമാലേക്കരുടെ രാജാവിനെ ഞാൻ കൊണ്ടുവന്ന് എന്ത് ചെയ്തെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഇവർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സത്യത്തിൽ ഇന്നത്തെ കാലത്ത് ഞാനാണെങ്കിൽ ഈ ശൗമേലിനെ പോലൊന്നും ഞാൻ പറയത്തില്ലായിരുന്നു. ഞാനാന്നേ പറഞ്ഞതിന് ഞാൻ സത്യം പറയാം, നിങ്ങൾ ചിന്തിച്ചോണം. ഞാൻ പോയിട്ട് ഇത്രയും നല്ല കാളെ 2 എണ്ണത്തിന് അടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഞാൻ പറയും കൊണ്ടുവരാൻ സഭയ്ക്കിരിക്കട്ടെ എന്ന് പറഞ്ഞേനെ. രാജാവിനെ കിട്ടുകാരുന്നെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞേനെ. നമുക്ക് ഇച്ചിരി ദശാംശം കിട്ടുന്ന പരിപാടിയില്ലയോ? അതിങ്ങ് പോരട്ടെന്ന് ഞാൻ പറഞ്ഞേനും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അഭിഷേകമുള്ളവൻ ജീവിതത്തിൻ്റെ അകത്ത് എല്ലായ്പ്പോഴും ഓർത്തോണം, ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറയാത്ത ഒരു കാര്യത്തിന് നമ്മൾ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്തോ സംഭവിച്ചതെന്നറിയാമോ? അഭിഷേകം നഷ്ടപ്പെട്ട ശൗല് അമാലേക്യരുടെ രാജാവിനെയും അവിടെയുള്ള മൃഗങ്ങളെയും നിർമൂലമാക്കിയില്ല.
മറിച്ച് ദൈവിക അധികാരമുണ്ടായിരുന്ന, സത്യത്തിൽ എന്തുവാണെന്നറിയാമോ, ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ അടിയിലുണ്ടായിരുന്ന ശമൂവേലിനെ അംഗീകരിക്കാൻ മനസ്സില്ലാതിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ മൃഗങ്ങളെ എന്ത് ചെയ്യുന്നറിയാമോ കൊണ്ടുവന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് നമ്മൾ ഓർത്തുകൊള്ളുക. ഈ കാളയെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഈ മൃഗങ്ങളെയും മോഷണ വസ്തുക്കളെയും ഒക്കെ കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിർമൂലമാക്കാൻ പറഞ്ഞതിനെ നിർമൂലമാക്കാതിരുന്നതിൻ്റെ പിന്നിലുള്ള കാരണം, അഭിഷേകമുണ്ടായിരുന്നപ്പോൾ ശൗല് ചലിക്കണമെങ്കിൽ എന്തോ ചെയ്യണമെന്നറിയാമോ, ശമൂവേലിൻ്റെ ആലോചന വേണമായിരുന്നു. കാൽച്ചുവട് വെക്കണമെങ്കിൽ ശമൂവേലിൻ്റെ ആലോചന വേണമായിരുന്നു. എന്നാൽ ഇപ്പോൾ അഭിഷേകം നഷ്ടപ്പോൾ ശമൂവേൽ വേണ്ട, ദൈവത്തിൻ്റെ ആലോചന വേണ്ട. ഇതാണ് അഭിഷേകത്തിൻ്റെ സാന്നിധ്യം എന്നിലുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയേണ്ടത്. പണ്ടൊക്കെ, ഇന്ന് അത്രയും വലിയ വിഷയമില്ല, പണ്ടൊക്കെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വിഷയമൊക്കെ വന്നാൽ പോയിരുന്ന് അവരുടെ ദൈവദാസന്മാരുമായിട്ട് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ചിലർക്ക് ചില പ്രവാചകന്മാരും ഒക്കെ നാട്ടിലുണ്ടാവും, അല്ലെങ്കിൽ ആലോചന ചോദിക്കുന്നവരുണ്ട്, അവരോട് ചെന്നിരുന്ന് ചോദിക്കും, ദൈവദാസന് ഇങ്ങനൊരു വിഷയമുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊരു ആലോചന പറയണേ എന്ന് പറയും. അങ്ങനെ ആലോചനയൊക്കെ ഏറ്റെടുത്തിട്ടാണ് പലരും പല കാര്യങ്ങൾക്ക്, വിവാഹത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നതൊക്കെ പണ്ട്. ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല, പണ്ട് വിവാഹത്തിനൊക്കെ എവിടെയെങ്കിലും കല്യാണമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ചെന്നിരുന്ന് പാസ്റ്റർമാരോട് പറഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ച്, ലോക്കൽ പാസ്റ്ററല്ല, മറ്റുള്ള പ്രവാചകന്മാരോടൊക്കെ ചെന്നിരുന്ന് ഇത് ദൈവത്തിൻ്റെ ഹിതമാണെന്നൊന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ച് എന്നൊക്കെ പറഞ്ഞേച്ച് ദൈവഹിതമാണെങ്കിൽ നടത്തുക, അല്ലാതെ നടത്തരുന്നതിനും ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയാം, പരിശുദ്ധാത്മാവ് നിൻ്റെ മേലുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ, നീ മനസ്സിലാക്കുകയാണെങ്കിൽ, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെടണം. ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇല്ലെന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ ഞാൻ പറയാം. ഇന്ന് ദൈവമാക്കി വച്ചിരിക്കുന്നതെന്ന് ആരുമായിക്കൊള്ളട്ടെ, ദൈവമാക്കി വച്ചിരിക്കുന്നത് ആരുമാവട്ടെ, നമ്മൾ അത് ദൈവമാക്കി വച്ചിരിക്കുന്നതായ കാഴ്ചപ്പാട്, നമ്മളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, നാം അവരെ ദൈവമാക്കി വെച്ചതാണെന്ന് കണ്ടാൽ പിന്നെ ലോകത്തിൽ, നമ്മുടെ ഇവിടെ ഇല്ലാത്ത വിഷയമോ ഞാൻ പറയാം, പിന്നെ അവർക്കെതിരെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കൊണ്ടൊരു കേസ് കൊടുക്കാൻ പറ്റുമോ? ദൈവമാക്കി വെച്ച ശ്രേഷ്ഠാധികാരമാണെങ്കിൽ പിന്നെ അവർക്കെതിരെ വാട്സാപ്പിൻ്റെ അകത്ത് ഇടാൻ പറ്റുമോ? പിന്നെ അവർക്കെതിരെ ഫേസ്ബുക്കിൽ എഴുതാൻ പറ്റുമോ? പിന്നെ അവർക്കെതിരെ ലേഖനം എഴുതാൻ പറ്റുമോ? ദൈവമാക്കി വെച്ച ശ്രേഷ്ഠ അധികാരമാണെന്ന് ബോധ്യം വന്നാൽ, അതുമാത്രമല്ല, വല്ലവനും അയച്ചു തരുന്നത് വല്ലവർക്കും അയച്ചു കൊടുക്കുന്നതും അതുതന്നെയാണ്. സ്തോത്രം. യേശു രക്ഷകനാണെന്ന് പറയുന്ന ഒരൊറ്റ ഒരെണ്ണം വിടത്തില്ല. എവിടുത്തേലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ചൂടപ്പം പോലെ അങ്ങ് വിറ്റേക്കുക. അഭിഷേകത്തിൻ്റെ ലക്ഷണമൊന്നുമല്ല. ജീവിതത്തിനകത്ത് ഒന്ന് ഓർത്തോണം, അഭിഷേകം നഷ്ടപ്പെട്ടവൻ ശ്രേഷ്ഠ അധികാരത്തിന് കീഴ്പ്പെടത്തില്ല, അഭിഷേകമുള്ളവനെ ശ്രേഷ്ഠ അധികാരത്തിന് കീഴ്പ്പെടത്തുള്ളൂ. അടുത്തത് ഞാൻ വേഗത്തിൽ പറയാം. ആദ്യം സ്തോത്രം, അഭിഷേകമുണ്ടായിരുന്ന ശൗൽ എന്തോ പറഞ്ഞതെന്ന് നമ്മളിവിടെ വായിച്ചതാണ്. അപ്പോൾ യഹോവയുടെ ഭീതി ജനത്തിൻ്റെ മേൽ വീണു. കാളകളെ ഇതുപോലെ നുറുക്കിക്കളയുമെന്ന് പറഞ്ഞപ്പോൾ ഭീതി ജനത്തിൻ്റെ മേൽ വീണു. എന്നാൽ 12-ാം വാക്യം ഒന്ന് നോക്കിയാൽ, 12-13 വാക്യം ഒന്ന് വായിച്ചേ. യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് വായിച്ചേരെ. ഞങ്ങളവരെ എന്ത് ചെയ്യും? കൊന്നുകളെ. ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ശ്രദ്ധിക്കണേ, മനസ്സിലാവേ. യുദ്ധം ചെയ്തേച്ച് തിരിച്ച് ജയിച്ചു വന്നപ്പം കൂടെ നിന്ന ആൾക്കാർ പറയുക, ശൗല് ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ വിമർശകരെ എല്ലാം എന്തോ ചെയ്യണമെന്ന് ആൾക്കാർ പറഞ്ഞു. ഹലോ, ഇവിടെ ഉണ്ടോ എൻ്റെ കൂടെ? എന്തോ ആൾക്കാരെന്തോ പറഞ്ഞു, അവരെ ഇങ്ങനെ ഏൽപ്പിച്ച് തരണം. കൂടെ നിന്നവർ പറഞ്ഞു എന്തോ ചെയ്യണം? ഏൽപ്പിച്ച് തന്നാൽ ഞാൻ എന്തോ ചെയ്തേക്കാം? അവരെ കൊന്നു കളഞ്ഞേക്കാം. എന്നാൽ അഭിഷേകം ഉള്ളതിൻ്റെ ലക്ഷണം നിങ്ങൾ നോക്കിയേ. സ്തോത്രം. 13-ാം വാക്യം. എന്ന് പറഞ്ഞാൽ കമ്പാഷൻ ഫോർ ക്രിട്ടിക്സ് റാദർ ദാൻ അറ്റാക്കിംഗ് ഫ്രണ്ട്സ്. വിമർശകരായിരുന്നവരോട് സത്യത്തിൽ എന്തോ തോന്നുന്നുള്ളൂ? സഹതാപമേ തോന്നുന്നുള്ളൂ. അവരോട് എന്തു തോന്നുന്നില്ലെന്നറിയാമോ? അവരെ കൊല്ലാനുള്ള മനസ്സ് വന്നില്ല. ഇതാണ് അഭിഷേകം ഒരുവൻ്റെ മേലുണ്ടെന്നുള്ള ലക്ഷണം.
അഭിഷേകം വന്നവനെ സംബന്ധിച്ചിടത്തോളം എന്തിന് താല്പര്യപ്പെടുന്നില്ലെന്നറിയാമോ? അവൻ ഒരിക്കൽ പോലും എന്തിന് തയ്യാറാകുന്നില്ല? സത്യത്തിൽ ആത്മശക്തിയോടെ വന്ന് ഈ കാളയെ അറുത്ത് അയച്ചതായ ശൗലിനെ സംബന്ധിച്ചിടത്തോളം ശത്രുവിൻ്റെ മുമ്പിൽ അവൻ അങ്ങനെ നിന്നെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണെന്നറിയാമോ? തന്നെ വിമർശിച്ചവരെ തകർത്ത് കളയാൻ ജനം നിന്നപ്പോൾ അവൻ എന്താണ് ചെയ്തതെന്നറിയാമോ? അവരോട് ദയ തോന്നാനിടയായി. പ്രൈസ് ദി ലോർഡ്. അവരോട് സഹതാപം തോന്നാനിടയായി. എന്നാൽ പിന്നീടുള്ള ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശൗൽ ആരെ കിട്ടിയാലും ആക്രമിക്കും. കുന്തം കൈ കിട്ടിയാലും എടുത്ത് കുത്തും. സ്തോത്രം. ഓടിച്ചിട്ട് എറിയേണ്ടി വന്ന് എന്തോ ചെയ്യാനും അവൻ തയ്യാറായതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്നറിയാമോ? അഭിഷേകം, ദൈവാത്മാവിൻ്റെ സാന്നിധ്യം അവൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്കറിയാമോ, 20 വർഷക്കാലം ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട ഈ ശൗൽ ഏകദേശം 20 വർഷക്കാലം രാജസിംഹാസനത്തിലിരുന്നു. പക്ഷെ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അഭിഷേകം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട്, അഭിഷേകം നഷ്ടപ്പെട്ടതായ ഒരു സമയവും കൂടെ ഉണ്ട്. അഭിഷേകം നഷ്ടപ്പെട്ട ശൗൽ ആരെയും ആക്രമിക്കും. അഭിഷേകം നഷ്ടപ്പെട്ടപ്പോൾ ശൗൽ ദാവീദിനെ ആക്രമിക്കാൻ നോക്കി. എന്നാൽ നിങ്ങൾക്കറിയാമോ, അഭിഷേകമുണ്ടായിരുന്ന ദാവീദ് ശൗലിനെ കുറിച്ചൊരു ദോഷം, വീഴ്ച സംഭവിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഇസ്രായേലിലെ ആരും അറിയാതിരിക്കട്ടെ, ഇതറിയരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പ്രിയ ദൈവമക്കളെ, അഭിഷേകമുള്ളത് കൊണ്ടാണ്. സ്തോത്രം. നിങ്ങളോട് ഞാനത് ഒരു ടീച്ചിങ് പോലെ തന്നെ പറയാം. നമ്മുടെ ഇടയിൽ ബലഹീനരും കഴിവുകെട്ടവരും ഒക്കെ ഉണ്ടാവാം. നമ്മുടെ ഇടയിൽ എല്ലാവരും ഒരുപോലെ മിടുക്കരൊന്നുമാണെന്നൊന്നും നമ്മൾ കരുതണ്ട. പക്ഷെ ഒരാളുടെ ബലഹീനത കൊട്ടിഘോഷിച്ചോട്ട് നടക്കുന്നതിൻ്റെ അർത്ഥം നിൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം ഇല്ലെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ നീ ഇങ്ങനെ പറയും, അവനെ ദൈവമാക്കി വച്ചിരിക്കുന്നതാണ്. അവൻ്റെ വീഴ്ചയിൽ ഞാൻ ഒരിക്കലും സന്തോഷിക്കത്തില്ല, അവൻ്റെ തകർച്ചയിൽ ഞാൻ ഒരിക്കലും സന്തോഷിക്കത്തില്ല. മറിച്ച് കർത്താവ് അത് മറ്റൊരാൾ അറിയാൻ ഇടവരല്ലേ. ഞാൻ പറഞ്ഞത് മനസ്സിലായവരാരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഈ നുണയും കൊതിയും പറയുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തണം. ഒരുത്തൻ്റെ ബലഹീനത അങ്ങോട്ട് എന്ന് പറയുക, ഒരുത്തിയുടെ ബലഹീനത ഇപ്പുറത്തോട്ട് എന്ന് പറയുക. ബ്രദറെ ഇങ്ങനെ വന്നായിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരുത്തി പറയുന്നത് കേൾക്കാനും പോകരുത്, കാണാനും പോകരുത്. അങ്ങനെയുള്ളവനോട് സ്തോത്രം എന്നൊന്ന് പറഞ്ഞാൽ മതി, അങ്ങ് പൊക്കോളൂ. സ്തോത്രം. ദൈവങ്ങളെ എന്തോന്നറിയോ, മറ്റൊരിടത്തൻ്റെ തകർച്ച കൊട്ടിഘോഷിക്കാൻ നമ്മളാരാ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പൊത്തുണ്ടോ? നമ്മുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ നമുക്ക് ഏതെങ്കിലും കരുതൽ ഒരു പരിധിക്കപ്പുറം ചെയ്യാൻ പറ്റുമോ? മറിച്ച് ദൈവം കരുതുന്നതല്ലാതെ നമുക്ക് എന്താ ഉള്ളത്? അതുകൊണ്ട് തന്നെ ഓർത്തുകൊള്ളുക, എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവേ, എൻ്റെ മേൽ അഭിഷേകമുള്ളതിനാൽ വിമർശകരോട് ഒരു ദയ തോന്നാനിടയാകണം. അവർക്ക് നേരെ സ്തോത്രം, അവരോട് സഹതാപം തോന്നാൻ എൻ്റെ ജീവിതത്തിൽ ഇടയാകണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. അവസാനത്തെ ഒരു കാര്യം കൂടി ഞാൻ വേഗത്തിൽ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. പരിശുദ്ധാത്മാവുള്ളവൻ ദൗത്യത്തിന് വേണ്ടി തയ്യാറാകും. ഇതുവരെ അവൻ്റെ കൂട്ടത്തിൽ ആരും യുദ്ധത്തിന് വേണ്ടി തയ്യാറാകാതിരുന്നപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ മേൽ ആത്മാവിൻ്റെ ശക്തിയുണ്ട്, ഞാൻ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യും, ഇസ്രായേൽ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. ഇനി എൻ്റെ കാര്യമല്ല വലുത്, ദൈവത്തിൻ്റെ രാജ്യമാണ്, ദൈവത്തിൻ്റെ ജനമാണ് വലുത്, ഇസ്രായേൽ ജനമാണ് വലുതെന്ന് പറഞ്ഞ് അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ശൗൽ എന്ത് ചെയ്യുമെന്നറിയാമോ? തൻ്റെ ജീവിതത്തിൽ തൻ്റെ ക്വാളിറ്റിയോ തൻ്റെ കഴിവോ തൻ്റെ വീടോ ഒന്നും നോക്കാതെ ശൗലിൻ്റെ മേൽ അഭിഷേകമുണ്ടായിരുന്നപ്പോൾ ചെയ്തത് എന്താണെന്നറിയാമോ? അവൻ, നമ്മൾ വായിച്ച 6-7 വാക്യങ്ങളിൽ കണ്ടത് ഇങ്ങനെയാണ്. അവൻ പറഞ്ഞു, ഞാൻ ഈ ശത്രുവിന് നേരെ പോരാടും, എൻ്റെ ജനത്തിനു വേണ്ടിയാണ് ഈ യുദ്ധം ഞാൻ ചെയ്യുന്നത്, മറ്റാർക്കും വേണ്ടിയല്ല. ഈ യുദ്ധം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടിയാണ്. ഒരു ദൗത്യത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടണമെങ്കിൽ നമ്മുടെ മേൽ അഭിഷേകം വേണം. ഈ ഭാഗം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ചില ചിന്തകൾ ഞാൻ പറയുക, പ്രിയപ്പെട്ടവർ. ഒരു ദൗത്യം, ദൈവസഭയെക്കുറിച്ച് ഒരു ഭാരം, ഒരു സങ്കടം, ഒരു വേദന തോന്നണമെങ്കിൽ ഒരഭിഷേകം ഉണ്ടായിരിക്കണം.
സ്തോത്രം. ഇപ്പോൾ പറയുക, വേണമെങ്കിൽ തൻ്റെ സെൽഫായിട്ടുള്ള കാര്യമൊക്കെ തനിക്ക് വലുതായിട്ട് പറയാമായിരുന്നു. പക്ഷേ അഭിഷേകമുള്ള രാജകീയ അഭിഷേകം വീണപ്പോൾ പറയുക, എൻ്റെ കാര്യമല്ല വലുത്, ദൈവത്തിൻ്റെ സഭയാണ് എനിക്ക് വലുത്. ഞാൻ പല സഭകളിൽ കണ്ടിട്ടുണ്ട്, പലയിടങ്ങളിൽ. ഞാൻ അനേക സ്ഥലങ്ങളിലൂടെയൊക്കെ പോവുകയും വരികയും ചെയ്തപ്പം പലരും ഇന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അഭിഷേകമൊക്കെ ഉണ്ടെന്ന് പറയും. അഭിഷേകം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ, അതിൻ്റെ അകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞ അഭിപ്രായം നടന്നില്ലെങ്കിൽ സാഹചര്യനെ ഞാൻ വെട്ടിക്കൊല്ലും. ഈ ദുരാത്മാവ് വ്യാപരിക്കുന്നത്. തുറന്ന് ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയണം, എൻ്റെ ഒരു സഹോദരൻ നഷ്ടപ്പെടാൻ, എൻ്റെ ഒരു കുഞ്ഞ് നഷ്ടപ്പെടാൻ, എൻ്റെ ഒരു സഹോദരി നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. നിങ്ങളുടെ ഭവനത്തിലുള്ള ഭാര്യയെ വിട്ടുകളയരുത്, ഭർത്താവിനെ വിട്ടുകളയരുത്, കുഞ്ഞിനെ വിട്ടുകളയരുത്, സഹോദരങ്ങളെ വിട്ടുകളയരുത്. നിങ്ങളിങ്ങനെ ആയിരിക്കണം പറയേണ്ടത്, എൻ്റെ മേൽ ദൈവം ഒരു അഭിഷേകം ചെയ്തതിനാൽ ഞാൻ എനിക്ക് വേണ്ടിയല്ല പോരാടുന്നത്, എൻ്റെ ജനത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. ശാന്തമായി ഞാൻ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യത്തിനത്ര അപ്പുറത്ത് എൻ്റെ സഭയാണ് വലുതെന്നൊന്ന് ചിന്തിക്കാൻ പറ്റുന്നവരെത്ര പേരുണ്ട്? നിങ്ങളുടെ കുടുംബത്തെ ചിന്തിക്കാൻ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സഭ ദൈവം തന്ന സഭയാണെന്ന് ചിന്തിക്കാൻ പറ്റുന്നവരെത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ. നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം എനിക്ക് ദൈവം ദാനമായി തന്ന ഒരു സമൂഹമാണ്. അതിൻ്റെ അകത്ത് ഒരു അഭിഷേകത്തിൻ്റെ ശക്തി വന്നപ്പോൾ അതിൻ്റെ അകത്ത് പിശാച് തകർക്കാൻ ഇടവരരുതെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെത്ര പേരുണ്ട്? ഒരുവൻ്റെ മേൽ അഭിഷേകമുള്ളതിൻ്റെ ലക്ഷണമാണ് തൻ്റെ കുടുംബം ഉള്ളപ്പോൾ തന്നെ, തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ ദൈവസഭയ്ക്ക് വേണ്ടി, നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകുന്നില്ലെങ്കിൽ, ഒരു ദൗത്യത്തിൻ്റെ മനോഭാവമില്ലെങ്കിൽ നമ്മുടെ മേൽ അഭിഷേകമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. മറ്റുള്ളവരുടെ വീഴ്ച കണ്ട് സന്തോഷിക്കുകയല്ല, അത് ഘോഷിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കാര്യം കർത്താവിൻ്റെ അഭിഷേകമുള്ള ഓർത്തുകൊള്ളുക, എൻ്റെ മേൽ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അതിനു വേണ്ടി നിലനിൽക്കുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട ശൗല് എന്താണ് ചെയ്തെന്നറിയാമോ? അവൻ്റെ രാജസ്ഥാനമായിരുന്നു വലുത്. അവനെ സംബന്ധിച്ചും എൻ്റെ രാജ്യസ്ഥാനമാണ് വലുത്, എൻ്റെ രാജ്യമാണ് എനിക്ക് വലുത്. അതുപോലെ തന്നെ ഈ രാജ്യത്വവും പണവും സിംഹാസനവും ഒക്കെയാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞ് 20 വർഷക്കാലം ഈ സിംഹാസനത്തിലിരുന്നു. തൽഫലമായി സംഭവിച്ച കാര്യം കൂടി പറഞ്ഞ അവസാനത്തിലേക്ക് ഞാൻ വരാം. ശൗലിൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തിൽ അഭിഷേകത്തിൽ നിന്നവൻ ശത്രുവിനെ ആക്രമിക്കാനും സഭയ്ക്ക് തൻ്റെ രാജ്യത്തിന് വേണ്ടി പോരാടാനും ഒക്കെ നിന്നതായ ശൗലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവസാനമായി എന്താണ് സംഭവിച്ചതെന്നറിയാമോ? തൻ്റെ ജീവിതത്തിനകത്ത് ഒരു രാജ്യത്തിൻ്റെ കാഴ്ചപ്പാട് മാറി, തൻ്റെ ജനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറിയപ്പോൾ, ഇതൊരു ദൂത് പോലെ ഈ വചനം സംസാരിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുകയാണ്. തൻ്റെ ഓരോ മക്കളും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവരും ഈ വിഷയത്തിനകത്തേക്ക് വലിച്ചിഴക്കപ്പെട്ടു. നല്ല കുഞ്ഞായിരുന്ന യോനാഥാൻ ഉൾപ്പെടെ ഇതിനകത്തേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഒന്നിനു പിറകെ ഒന്നായി കുഞ്ഞുങ്ങൾ ഓരോന്ന് കൊല്ലപ്പെടാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഞാനിത് ആരുടെ പറയുകയല്ല, ഒന്നോർത്തോണം, അഭിഷേകത്തിൻ്റെ നിറവ് നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നിനക്ക് മാത്രമല്ല അത് ദോഷം ചെയ്യുന്നത്, നിൻ്റെ തലമുറയ്ക്കും അത് ദോഷം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ജീവിതത്തിനകത്ത് മക്കളെല്ലാം കൊല്ലപ്പെടുന്നതായ സ്ഥാനത്തിലേക്ക് വന്നു. ദൈവമക്കളെ, ശാന്തമായി ഞാൻ പറയട്ടെ, ഈ ദൈവസാന്നിധ്യം വിട്ട് നിങ്ങൾ ആരും പോകല്ലേ. ഈ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം വിട്ട് ആരും പോകരുത്. തലമുറകൾ നഷ്ടപ്പെട്ടു, താൻ നഷ്ടപ്പെട്ടു, തൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിലുള്ള കാരണം പരിശുദ്ധാത്മാവ് വരുമ്പോൾ പറയും, എൻ്റെ സ്ഥാനമല്ല എനിക്ക് വലുത്, എൻ്റെ കസേരയല്ല എനിക്ക് വലുത്, എൻ്റെ ദൈവമാണ് എനിക്ക് വലുത്.
എൻ്റെ ദൈവസഭയാണ് എനിക്ക് വലുത്, എൻ്റെ ദൈവത്തിൻ്റെ രാജ്യമാണ് എനിക്ക് വലുത്. നാം എന്തു പറയുമെന്നറിയാമോ? എനിക്ക് എൻ്റെ കസേരയേക്കാൾ, എൻ്റെ സ്ഥാനത്തേക്കാൾ, എൻ്റെ പൊസിഷൻസിനേക്കാൾ എനിക്ക് ഏറ്റവും വലിയത് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയുള്ള, ആത്മാവിൻ്റെ നിറവിലുള്ള പ്രിയപ്പെട്ടവർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കുവാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്നിലുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ ഇന്ന് പകൽക്കാലം താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? ഞാൻ ഇത്രയും പറഞ്ഞത് ഇതേ ഉള്ളൂ. ഒരാളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ ഓർപ്പിച്ച 2 വിഷയങ്ങളാണ് ഓർപ്പിച്ചേ. ശൗല് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന ഒരു കാലഘട്ടം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും അകന്നുപോയ ഒരു കാലഘട്ടം. പരിശുദ്ധാത്മാവിൽ നിന്നപ്പോൾ ശത്രുവിനോട് കോംപ്രമൈസ് ചെയ്യാതെ അതിനെതിരെ യുദ്ധം ചെയ്തു. പ്രിയ സ്നേഹിതരെ, നിന്നെ ചില രോഗങ്ങൾ കാണിച്ച്, ഭാരങ്ങൾ കാണിച്ച്, തലമുറയുടെ തകർച്ചകൾ കാണിച്ച്, നിൻ്റെ കുടുംബത്തിനകത്ത് ചിലത് വരുമ്പോൾ ഇന്ന് പകൽക്കാലം നിൻ്റെ കൂടെയുള്ളവരെ പോലെ ഓടി ഒളിക്കാനല്ല, കോംപ്രമൈസ് ചെയ്യാനല്ല, എൻ്റെ മേൽ ഒരഭിഷേകമുണ്ടോ എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമക്കൾക്ക് ഒരു ആമേൻ പറയാൻ സന്തോഷമുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിച്ച ദൈവമക്കൾ എത്ര പേരുണ്ട്? ഗ്ലോറി ടു ദ ലോർഡ്, ഗ്ലോറി ടു ദ ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കർത്താവ് നിങ്ങളോട് പറയും, എനിക്ക് ഈ അഭിഷേകം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തയുള്ള പ്രിയപ്പെട്ടവരാരെങ്കിലും ഇന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ, ലാഘവത്തോടല്ല, നിങ്ങൾക്കിത് വേണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ, ശത്രുവുമായി ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഗ്ലോറി ടു ദ ലോർഡ്. നിൻ്റെ കണ്ണ് ചൂഴ്ന്നെടുക്കണമെന്നും നിൻ്റെ കൂടെയുള്ളവരെ നശിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിൻ്റെ നേരെ വരുന്ന ശത്രുവിൻ്റെ മുമ്പിൽ പറ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വരുന്നെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? ഒരുപക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു വലിയ വിഷയത്തോടായിരിക്കാം, രോഗത്തിൻ്റെ ഭാരത്തോടായിരിക്കാം, തലമുറയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കണ്ണുനീരോടായിരിക്കാം ഇന്ന് നീ ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ നീ അറിയാതെ തന്നെ നിൻ്റെ മേൽ പകർന്ന ഒരു യഹോവയുടെ ആത്മാവുണ്ട്, ഒരു യഹോവയുടെ ശക്തിയുണ്ട്. ഇങ്ങനെ പറയാൻ പറ്റുമോ? എൻ്റെ മേൽ പകർന്ന ദൈവാത്മാവ് ഒരു കോംപ്രമൈസിൻ്റെ ആത്മാവല്ല, ശത്രുവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ആത്മാവാണ്. ഞാനതിനെതിരെ പോരാടും. ഈ ജനത്തെ വിടുവിക്കാൻ ദൈവം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഈ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുമെന്ന് പറയുവാൻ എത്ര പേരുണ്ട്? അഭിഷേകം നിലവിലുള്ള പ്രിയപ്പെട്ടവരെ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ട്. അനേക സഭകളിൽ കണ്ടിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ കാര്യം ഞാൻ പറയാം. അഭിഷേകത്തിൻ്റെ നിറവുള്ളവൻ മാത്രമേ സഭയ്ക്ക് വേണ്ടി കരയത്തുള്ളൂ, സഭയ്ക്ക് വേണ്ടി ഉപവസിക്കത്തുള്ളൂ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ. എൻ്റെ പൊന്നു സ്നേഹിതരെ, അഡ്മിനിസ്ട്രേഷൻ എത്ര നല്ലതായാലും പ്രാർത്ഥിക്കുന്നവരില്ലെങ്കിൽ സഭ നശിച്ചു പോകും. ഗ്ലോറി ടു ദ ലോർഡ്. പാസ്റ്റർ എത്ര മിടുക്കനായാലും പ്രാർത്ഥിക്കുന്നവനില്ലെങ്കിൽ, അഭിഷേകം പ്രാപിച്ചവനില്ലെങ്കിൽ, എത്ര മിടുക്കന്മാരുണ്ടായാലും നമ്മുടെ സഭകളും നമ്മളും എങ്ങും എത്തിച്ചേരത്തില്ല. ഗ്ലോറി ടു ദ ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്കറിയാം പല സഭയുടെയും നാശം വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവത്തിൻ്റെ ദൗത്യമാണ് എനിക്ക് വലുതെന്ന്, ദൈവരാജ്യമാണ് എനിക്ക് വലുതെന്ന് ചിന്തിക്കാത്തത് കൊണ്ട് അവർക്ക് നാശം വരുന്നു, അവരുടെ തലമുറകൾക്ക് നാശം വരുന്നു. എൻ്റെ മേൽ അഭിഷേകം പകർന്നു ദൈവമേ, എനിക്കും എൻ്റെ തലമുറയ്ക്കും ഒരു നാശം വരരുത്. പ്രൈസ് ദ ലോർഡ്. സ്നേഹിതരെ, നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്ക് വേണ്ടി ചില ശ്രേഷ്ഠ അധികാരങ്ങൾ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഞാനങ്ങ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴിക്കാനും കരയാനും പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു ദൈവദാസനുള്ളപ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ഈ സഭയുള്ളപ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ഒരു ആത്മീയ നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ട് കവർ ചെയ്യത്തക്കവണ്ണം, നിങ്ങളുടെ ബ്ലാക്ക് സ്പോട്ട് കവർ ചെയ്യത്തക്കവണ്ണം ആരും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവസഭയും ദൈവദാസനെ കാണത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ചാടി ചാടി നടക്കുന്ന പലരുണ്ട്, പല സഭകളിൽ പോകുന്നവരുണ്ട്. അവരോട് ഒരു കാര്യം പറയാം, നിനക്ക് വേണ്ടി നിൽക്കാൻ ദൈവമാക്കി വെച്ച ശ്രേഷ്ഠ അധികാരമാണ് ദൈവത്തിൻ്റെ ദാസന്മാർ.
ഗ്ലോറി ടു ദ ലോർഡ്. അവർ കണ്ടുപിടിക്കട്ടെ, അവരിലുള്ള ദൈവാത്മാവ് കണ്ടുപിടിക്കട്ടെ, അത് നിനക്ക് ബോധ്യപ്പെടട്ടെ. പ്രൈസ് ദ ലോർഡ്. നിനക്കൊരു മെൻറ്റർ വേണ്ടേ? ദൈവമാക്കി വെച്ച ശ്രേഷ്ഠാധികാരങ്ങൾ, അതിന് കീഴ്പ്പെടുന്നതാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദ ലോർഡ്. ജീവിതത്തിലെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്നെനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും വേണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഗ്ലോറി ടു ദ ലോർഡ്. ഗ്ലോറി ടു ദ ലോർഡ്. എല്ലാ കണ്ണുകളും ദൈവിക സന്നിധിയിൽ അടച്ചാട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. കർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം. ആ സാന്നിധ്യം എന്നെ വിട്ടുപോകരുതെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുകയല്ല, വേണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു വേണം. ഇത് നഷ്ടപ്പെട്ടാൽ നിനക്ക് ദോഷമാണ്, നിൻ്റെ തലമുറയ്ക്ക് ദോഷമാണ്. അതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാനൊക്കത്തില്ല, അതെങ്ങനെ വരുമെന്നറിയാനൊക്കത്തില്ല. ഇതൊക്കെ നോർമലായി സംഭവിക്കുന്നതാണെന്നൊന്നും കരുതാൻ പറ്റത്തില്ല. കർത്താവേ, എൻ്റെ മേൽ ആ അഭിഷേകത്തിൻ്റെ ശക്തി പകരണമേ. ആ സാന്നിധ്യം വിട്ടുപോകാൻ ഇടവരരുതേ എന്ന് ദൈവിക സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോകുന്നു. കണ്ണുകളെ ദൈവിക സന്നിധിയിൽ അടയ്ക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായി നല്ല സമയത്തിനായി ഞങ്ങളങ്ങെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുവാതിപീഠത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. തുടക്കം മുതൽ ഇതുവരെയും അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയിൽ ഞങ്ങളെ നിർത്തിയതിനായി നന്ദി. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഈ ദിവസങ്ങൾ തിരിച്ചറിയുവാനുള്ള കൃപ തരണമേ. രോഗം, പിശാച്, അന്ധകാരങ്ങൾ ഞങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരാത്മശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അത്യന്തമായ ബലം ദൈവം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രസൻസ് അനുഭവിച്ചറിയാൻ ഇടയാകണമേ. ദൈവമാക്കി വയ്ക്കുന്ന ശ്രേഷ്ഠാധികാരങ്ങൾക്ക് ജീവിതത്തിൽ കീഴ്പ്പെട്ട് കൊടുക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ മുമ്പിൽ ഒരു ഭീരുവായി ചില വിഷയങ്ങൾ കാണിക്കുമ്പോൾ ഓടി മാറുകയല്ല, അതിനെതിരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിൽപ്പാൻ കൃപ തരണമേ. നിന്റെ ജനത്തിനു വേണ്ടി സേവിക്കുവാൻ, ഭയപ്പെടുവാനില്ല, അവരെ സേവിക്കുവാനുള്ള കൃപ ദൈവം നൽകി തരണമേ. ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കാനുള്ള കൃപ തരണമേ. ഞങ്ങളെ വിമർശിക്കുന്നവരോട് സഹതാപം തോന്നുവാൻ കർത്താവ് ഇടയാക്കണമേ. മറ്റുള്ളവരെ ആക്രമിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാകാതെ ഈ ആത്മാവിൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേൽപ്പിച്ച് വലിയ ദൗത്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഓർക്കുവാനും ഞങ്ങളെ തന്നെ പ്രൊമോട്ട് ചെയ്യാനല്ല, അങ്ങയെ പ്രൊമോട്ട് ചെയ്യുവാൻ ദൈവം കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങട്ടെ. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.